കാവലാകണേ, കോട്ടയാകണേ, ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണേ. കാവലാകണേ, കോട്ടയാകണേ, ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണേ. പരിശുദ്ധ പരമമാം ത്രിത്വമേ, അനുഗ്രഹമേകി നയിക്കണേ. പരിശുദ്ധ പരമമാം ത്രിത്വമേ, അനുഗ്രഹമേകി നയിക്കണേ. കാവലാകണേ, കോട്ടയാകണേ, ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണേ. പരിശുദ്ധ മറിയമാം അമ്മേ, താതനാം യൗസേപ്പ് പിതാവേ, പരിശുദ്ധ മറിയമാം അമ്മേ, താതനാം യൗസേപ്പ് പിതാവേ, കാവലാകണേ, കോട്ടയാകണേ, ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണേ. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 1-ാം തിരുവചനം. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്കായി നൽകിയ ഈ വചനത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. പാപികളും നിസ്സാരരുമായ ഞങ്ങൾക്ക് അങ്ങല്ലാതെ, അങ്ങയിലല്ലാതെ മറ്റൊരിടത്ത് ആശ്രയമില്ല. ഈശോയെ, അങ്ങിപ്പോൾ ഇറങ്ങി വരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിന്നും ജീവിക്കുന്ന ദൈവമാണെന്നും ഞങ്ങളുടെ വേദനകൾ അറിയുന്നവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വിശ്വസിക്കുന്നവർക്ക് അങ്ങേ ദർശിക്കുവാനും അങ്ങിൽ ജീവിക്കുവാനും ഒരു കുഞ്ഞപ്പത്തോളം ഈശോയെ നീ ചെറുതായല്ലോ. ദൈവമേ, ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കാൻ, ഇത്രമാത്രം പരിഗണിക്കാൻ അടിയങ്ങളിൽ എന്താണ് യോഗ്യതയായി അങ്ങ് കണ്ടത്? ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയുടെ മുഖം ഞങ്ങൾ കാണുന്നു. ആരൊക്കെ കൂടെയുണ്ടെങ്കിലും ദൈവമില്ലെങ്കിൽ ഞങ്ങൾ ശൂന്യരാണ്. ഒന്നിലും തൃപ്തിയോ സന്തോഷമോ ഇല്ലാത്ത നാളുകൾ വരും മുൻപേ ഞങ്ങൾക്ക് ഈശോയിൽ ജീവിച്ച് മഹത്വമാർജിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിട്ടാത്ത കാര്യങ്ങളുടെ പട്ടിക ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകല്ലേ തമ്പുരാനെ. ഈശോ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് വേദനകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ഞങ്ങളെ തനിച്ചാക്കി അകലാത്ത ഒരാൾ ഈ ലോകത്തുണ്ടെങ്കിൽ അതെൻ്റെ ഈശോ മാത്രമാണ്. ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങേക്കറിയാമല്ലോ. ഞങ്ങളുടെ കണ്ണുനീരും വിലാപവും അങ്ങ് കാണുന്നുണ്ടല്ലോ. ഓ തമ്പുരാനെ, ഈ സമയം ഞങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം ഈ പ്രഭാതത്തിൽ നിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. നീറുന്ന നൊമ്പരങ്ങളെ ഇതാ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ ഞങ്ങളുടെ നിയോഗങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. വിശുദ്ധ കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയുടെ തിരുക്കൈകളിലെ തിരുമുറിവിൽ നിന്ന് താഴേക്കിറ്റിറ്റു വീഴുന്ന തിരുരക്തത്തുള്ളികൾക്ക് താഴെയായി അപ്പാ ഇതാ ഞങ്ങളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. തിരുരക്തം വീണ് കുതിർന്ന ഈ പ്രാർത്ഥന ആവശ്യത്തിന്മേൽ ദൈവേഷ്ടമനുസരിച്ചും ദൈവീക പദ്ധതി അനുസരിച്ചും ദൈവീക വഴികളിലൂടെ ഈ ആവശ്യത്തിന്മേൽ തീർപ്പുണ്ടാക്കി തരണമേ എന്ന് ദൈവപിതാവേ, പാപിയായ ഞങ്ങളിതാ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. ഇന്നേ ദിനം മുഴുവൻ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് മാറ്റണമേ. ആമേൻ. നവവൃന്ദം മാലാഖമാരേ, കാവൽ മാലാഖമാരേ, നവവൃന്ദം മാലാഖമാരേ, കാവൽ മാലാഖമാരേ, കാവലാകണേ, കോട്ടയാകണേ, ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണേ. ദൂതരാം മിഖായേൽ
ഞങ്ങൾ തൻ നാമം ധരിക്കും. ശ്രേഷ്ഠരെ സകല വിശുദ്ധരെ, ഞങ്ങൾ തൻ നാമം ധരിക്കും. ശ്രേഷ്ഠരെ സകല വിശുദ്ധരെ, കാവലാകണേ കോട്ടയാകണേ, ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണേ. ധന്യരെ വാഴ്ത്തപ്പെട്ടവരെ, ദൈവദാസരെ പുണ്യാത്മാക്കളെ, ധന്യരെ വാഴ്ത്തപ്പെട്ടവരെ, ദൈവദാസരെ പുണ്യാത്മാക്കളെ, കാവലാകണേ കോട്ടയാകണേ, ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണേ. തിരുസഭതൻ അഭിമാനമാകും ധീരരാം രക്തസാക്ഷികളെ, തിരുസഭതൻ അഭിമാനമാകും ധീരരാം രക്തസാക്ഷികളെ, കാവലാകണേ കോട്ടയാകണേ, ഞങ്ങൾ തൻ യാത്രയിൽ കൂട്ടാകണേ. ഈശോ നിൻ തിരുരക്തത്തിൻ സംരക്ഷണം ഞങ്ങൾക്കേകണമേ. ഈശോയെ നിൻ തിരുക്കുരിശിൻ സ്നേഹത്തണലേകി നയിക്കണമേ. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകാമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും. നിനക്കൊരിക്കലും അധോഗതിയുണ്ടാവുകയില്ല. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവമായ കർത്താവിന് സ്തുതി. ഓ യേശുവേ, ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഈ വചനമേറ്റു പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, മക്കളുടെ ജീവിതങ്ങളിലേക്ക്, തലമുറകളിലേക്കെല്ലാം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന്
മാംസം ധരിക്കട്ടെ. ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു നിമിഷം നമ്മെ എല്ലാവരെയും കർത്താവിൻ്റെ സംരക്ഷണത്തിന് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്തിലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവൻ്റെ മേൽ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കാവുന്ന എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃശ്ചികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സമാധാനം, സന്തോഷം, സ്നേഹം, ക്ഷമാശീലം, ജ്ഞാനം, വിശ്വാസം എന്നിവയാൽ എന്നെ നിറയ്ക്കണമേ. ഈശോയെ, അങ്ങേക്ക് നന്ദി. പിതാവായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി കർത്താവായ ഈശോ മിശിഹ ഗാഗുൽത്തായിൽ എനിക്ക് വേണ്ടി ചിന്തിയ തിരുരക്തം വഴി എന്നെ തന്നെയും എനിക്ക് പ്രിയമുള്ള എല്ലാവരെയും, എൻ്റെ എല്ലാ സ്നേഹിതരെയും, എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ഞാനിതാ അങ്ങേ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിക്കുന്നു. ഈശോ മിശിഹായുടെയും അവിടുത്തെ തിരുരക്തത്തിൻ്റെയും നാമത്തിൽ ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും ഭൂഗർഭത്തിലും അധോലോകത്തിലുമുള്ള എല്ലാ ദുഷ്ടശക്തികളെയും ഞാൻ ബന്ധിക്കുന്നു. മിശിഹായുടെ തിരുരക്തത്താൽ ഞാനായിരിക്കുന്ന ഈ മുറിമേലും ഈ ഭവനത്തിന്മേലും ഞാൻ മുദ്ര വയ്ക്കുന്നു. യാതൊരു ദുഷ്ടശക്തിയും മൃതലോക സംസർഗങ്ങളും ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.